നെഞ്ചുപൊട്ടുന്ന ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ഒരാൾ കൂടെയുള്ളത്ര മനസ്സമാധാനം ക്യാൻസർ സെന്ററിൽ പോലും ലഭിക്കില്ല. അബുദാബിയിലെ ഡോക്ടർ ധനലക്ഷ്മി ഒരിക്കൽ കുറിച്ച വാക്കുകളാണിത്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഏറെ സന്തോഷം കണ്ടെത്തിയിരുന്ന ഡോക്ടർക്ക് ഇങ്ങനെയല്ലാതെ എഴുതുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ നെഞ്ചുപൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളും വിവിധ കൂട്ടായ്മകളിലുള്ളവരും. തിങ്കളാഴ്ച രാത്രിയാണ് ഡോക്ടറെ മുസഫയിലെ താമസയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എഴുതിയും പറഞ്ഞും മറ്റുള്ളവരെ സഹായിച്ചും സാംസ്കാരിക പ്രവർത്തനം നടത്തിയും സന്തോഷം കണ്ടെത്തുകയായിരുന്നു അവർ. നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് മഹാരോഗത്തെയും ഒരു പരിധിവരെ അതിജീവിക്കാമെന്ന് എഴുത്തിലും പ്രസംഗങ്ങളിലും അവർ ഓർമ്മിപ്പിച്ചിരുന്നു. ഒരാളെ കാണാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലാവാമത്. ആവശ്യമെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും. ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന പരിഗണനയുടെ അടിസ്ഥാനമായിരിക്കും സമയവും. ഡോക്ടർ ധനലക്ഷ്മിയുടെ ഈ വാക്കുകൾ എക്കാലത്തും പ്രസക്തമാണ്. കണ്ണൂർ സെന്റ് തെരേസ സ്കൂളിലായിരുന്നു ഡോക്ടർ ധനലക്ഷ്മിയുടെ വിദ്യാഭ്യാസം. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് BDS പൂർത്തിയാക്കി. തുടർന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ 10 വർഷം പ്രാക്ടീസ് ചെയ്തു. അതിനിടയിൽ വിവാഹിതയായി. ഭർത്താവ് സുജിത്ത് അബുദാബിയിലായിരുന്നു. അങ്ങനെ ഡോക്ടർ ധനലക്ഷ്മിയും അബുദാബിയിലെത്തി. ചെറുപ്രായത്തിലെ എഴുത്തിനോട് താല്പര്യം പുലർത്തിയിരുന്നു. പിന്നീട് അവർ ബ്ലോഗ് എഴുതാൻ ആരംഭിച്ചു. കേരളത്തിൽ ബ്ലോഗ് എഴുത്തിനുള്ള പുരസ്കാരം ആദ്യകാലത്ത് കിട്ടിയവരിൽ ഒരാളായിരുന്നു അവർ. സാഹിത്യകാരൻ സേതുവിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കണിക്കൊന്ന, കനകമുന്തിരികൾ എന്നീ കവിതാ സമാഹാരങ്ങൾ ശ്രദ്ധേയമായി. റസിയ പറയാൻ ബാക്കി വച്ചത്, ഇനി അപൂർവ ഉറങ്ങട്ടെ എന്നീ നോവലുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് നോവൽ പൂർത്തിയാക്കി പ്രസിദ്ധീകരണത്തിന് കൈമാറിയിരുന്നു. ജന്മനാടായ കണ്ണൂരിലും തുടർന്ന് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലും തന്റെ 5ാമത്തെ കൃതി പ്രകാശനം ചെയ്യാനുള്ള ആഗ്രഹം സഫലമാക്കാൻ ഡോക്ടർ ധനലക്ഷ്മിക്ക് സാധിച്ചില്ല. നീ നൽകുന്ന എല്ലാ വേദനയും ഞാൻ ഏറ്റുവാങ്ങുന്നു. എന്റെ ഹൃദയം തകർന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തകരുന്ന ഓരോ തുണിയിലും നീ ആവട്ടെ തെളിയാൻ. എന്റെ ഉള്ളം മുഴുവൻ നിനക്ക് വേണ്ടി ജീവിക്കാനാണ്. വേദനയുടെ പാതയിൽ ഞാൻ വീണ്ടും നടക്കുന്നു. നിന്റെ ഓർമ്മകളിൽ ഞാൻ ജീവിതം കണ്ടെത്തുന്നു. തളർന്നെങ്കിലും വീണുവെങ്കിലും നിന്റെ സ്നേഹത്തിൽ ഞാൻ വീണ്ടും ഉയരുന്നു. മുറിവുകൾ താങ്ങുമ്പോഴും ഞാൻ മിണ്ടാതെ നിൽക്കുന്നു. കാരണം അവ എന്റെ ആത്മാവിന്റെ ഗാനമാകുന്നു. എന്നെ തകർക്കൂ, എന്റെ ഉള്ളം കീറിയിടൂ. എന്റെ ഹൃദയത്തിൽ നിനക്കൊരു വേദി നിർമ്മിക്കാം. എന്റെ സ്വപ്നങ്ങൾക്കും കരച്ചിലും നിന്റെ സ്നേഹത്തിന്റെ മധുരവും വേദനയും എന്റെ ഓരോ അധരം ചിരിക്കാൻ പഠിക്കുന്നു. കാരണം നീയാണ് എന്റെ ഹൃദയത്തിന്റെ നിത്യപ്രകാശം. അബുദാബി മുസഫയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ കണ്ണൂർ തളാപ്പ് അരേക്കണ്ടി സ്വദേശിനി ഡോക്ടർ ധനലക്ഷ്മിയുടെ ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു ഇത്. ഇത്തരത്തിൽ ജീവിതാനുഭവങ്ങൾ കാവ്യാത്മകമായും സമകാലിക വിഷയങ്ങൾ ശക്തമായ ഭാഷയിലും എഴുതിയ ഒട്ടേറെ പോസ്റ്റുകൾ ഈ ജനപ്രിയ ഡോക്ടറുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ കാണാം. ജീവിതത്തെ വളരെ മനോഹരമായി ആസ്വദിച്ചിരുന്ന ഡോക്ടറുടെ വിയോഗം UAE മലയാളി സമൂഹത്തിന് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അടുത്തിടെ ഷാർജയിൽ കൊല്ലം സ്വദേശികളായ വിഭജിക, ഇവരുടെ മകൾ 1.5 വയസ്സുകാരി വൈഭവി, തുടർന്ന് അതുല്യ എന്നിവരുടെ മരണത്തിന്റെ നടുക്കം മാറും മുൻപെയാണ് മലയാളി ഡോക്ടർ കൂടി വിട പറഞ്ഞിരിക്കുന്നത്.